പ്രേംനസീർ സാറ് ഇവിടെ പറഞ്ഞിട്ട് 35 വർഷം തികയുകയാണ്. ഈ ഒരു അവസരത്തിലാണ് മലയാള ചലച്ചിത്ര വേദിയുടെ ഈ ഒരു പുരസ്കാര ദാന ചടങ്ങ് നടക്കുന്നത്. മലയാള ചലച്ചിത്ര സൗഹൃദ വേദിയുടെ പ്രേംനസീർ പുരസ്കാര സമർപ്പണ ചടങ്ങിൽ സ്വാഗതം പറയാൻ ചലച്ചിത്ര നിർമ്മാതാവും സംവിധായകനും അവാർഡ് ജൂറി ചെയർമാനുമായ പ്രൊഫസർ സമദ് മങ്കട സാറിനെ ക്ഷണിക്കുന്നു. അദ്ദേഹത്തെ വളരെ സ്നേഹ ആദരപൂർവ്വം ഈ ഒരു ചടങ്ങിന് സ്വാഗതം ആശംസിക്കുന്നതിന് ക്ഷണിക്കുന്നു. പ്രേംനസീർ പുരസ്കാര ചടങ്ങിൽ പങ്കെടുക്കുവാനെത്തിയ എല്ലാവരെയും സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യുകയാണ്. മലയാള സിനിമയിലെ നിത്യഹരിത നായകനായിരുന്ന പത്മഭൂഷൺ പ്രേംനസീർ സാർ വിട പറഞ്ഞിട്ട് മറ്റന്നാൾക്ക് ജനുവരി 16-ന് 35 വർഷം തികയുകയാണ്. മലയാള ചലച്ചിത്ര സൗഹൃദവേദി എല്ലാ വർഷവും പ്രേംനസീർ അനുസ്മരണവും പുരസ്കാര സമർപ്പണവും കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ, പ്രത്യേകിച്ച് കോഴിക്കോട് കേന്ദ്രീകരിച്ചുകൊണ്ട് കണ്ണൂർ, മലപ്പുറം ജില്ലകളിലൊക്കെ ആയിട്ട് സ്ഥിരമായിട്ട് നമ്മൾ നടത്തുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ വർഷവും നമ്മൾ ഈ പ്രോഗ്രാം നടത്തുന്നത്. അതുപോലെ തന്നെ ഡോക്ടർ അനൂപ് മെഡിമിക്സ് എന്നുള്ള ബ്രാൻഡ് ഓർക്കുമ്പോൾ നമ്മൾ അദ്ദേഹത്തെ ഓർക്കും. അത്രമാത്രം ജനകീയമായിട്ടുള്ള ബ്രാൻഡ് പ്രൊഡക്റ്റ് മാത്രമല്ല, നല്ല സിനിമകളൊക്കെ ഇതുപോലെ മുൻനിര താരങ്ങളെ, സൂപ്പർ താരങ്ങളെ വെച്ചുകൊണ്ടുള്ള നല്ല സിനിമകൾ ചെയ്തിട്ടുള്ള ഇനിയും ഒട്ടേറെ നല്ല സിനിമകൾ മലയാളികൾക്ക് ലഭിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ ഒരു ഒട്ടേറെ പ്രതിഭാധനരായിട്ടുള്ള വ്യക്തിത്വങ്ങൾ പങ്കെടുക്കുന്ന ഒരു വലിയ ചടങ്ങാണ്. ചെറിയ ചടങ്ങാണെങ്കിലും വളരെ മനോഹരമായിട്ടുള്ള എന്ന് ഓർമ്മിക്കപ്പെടുന്ന ഒരു ചടങ്ങാണ്. ഈ ചടങ്ങിൻ്റെ അധ്യക്ഷത വഹിച്ചുകൊണ്ട് സംസാരിക്കുന്നതിന് വേണ്ടി, നിയന്ത്രിക്കുന്നതിന് വേണ്ടി രാജൻ സാറിനെ സ്നേഹപുരസ്സരം ക്ഷണിക്കുന്നു. 35 വർഷം എന്ന് പറയുന്നത് ഒരു യുവാവിനെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ കാലഘട്ടമാണ്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഇന്നലെ നടന്ന പോലെ തന്നെ ഓർമ്മയിലാണ് ആ ദിവസങ്ങൾ. അതുകൊണ്ട് അന്നത്തെ സിനിമകൾ സാഹിത്യവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുകയായിരുന്നു. സാഹിത്യമാകട്ടെ ജനജീവിതമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുകയായിരുന്നു. കവിത എഴുതിയാൽ അതിൽ വൃത്തം ഉണ്ടാവണം, അല്ലെങ്കിൽ കവിതയല്ല. സാഹിത്യകൃതികൾ വിശപ്പിൻ്റെ പ്രശ്നം, മനുഷ്യരാശിയെ എന്നും ബാധിക്കുന്ന പ്രശ്നങ്ങളാണ്. അന്നത്തെ ഏത് കഥകൾ എടുത്തിരുന്നാലും, കേശവദേവൻ്റെ ഓടയിൽ നിന്ന് ഏത് സിനിമ എടുത്തിരുന്നാലും ശരി, കള്ളിച്ചെല്ലമ്മ, അതൊക്കെ ജനജീവിതമായിട്ട് ബന്ധപ്പെട്ട സാഹിത്യകൃതികളായിരുന്നു. അങ്ങനെ അക്കാലത്ത് തന്നെ അദ്ദേഹം അഭിനയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കഥാപാത്രമാണ് ധ്വനി എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ പൊതുവെ ആ കാലഘട്ടവും ഇപ്പോഴും കൂടി താരതമ്യം നിർത്തുമ്പോൾ എല്ലാവരും ചിന്തിക്കേണ്ട കാര്യമാണ്. എല്ലാതും മഹത്തായ കൃതികളല്ലെങ്കിലും അതിലെന്നും ഓർക്കാവുന്ന മനുഷ്യരാശിയുടെ ഒരു പ്രശ്നം അതിലുണ്ടാകും. പ്രേംനസീർ സാറിൻ്റെ പ്രിയ സുഹൃത്തും നമ്മൾക്കെല്ലാവർക്കും പ്രിയപ്പെട്ട ഏറ്റവും ബഹുമാന്യനായ മുൻ കേന്ദ്രമന്ത്രി ശ്രീ മുല്ലപ്പള്ളി രാമചന്ദ്രൻ സാറിനെ വളരെ സ്നേഹ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. നമ്മുടെ ഇവിടെ എൻ്റെ മഹാനായ പ്രേംനസീറിനെ കുറിച്ച് അനുസ്മരിക്കാനും അദ്ദേഹത്തിൻ്റെ ആദരസൂചകമായിട്ട് പുരസ്കാരങ്ങൾ നൽകാനുമാണ് ചടങ്ങ് സംഘടിപ്പിച്ചത്. മലയാള ചലച്ചിത്രവേദിയിലെ എക്കാലത്തെയും അതിപ്രഗത്ഭനായ നടനാണ് പ്രേംനസീർ എന്ന് പറയുന്നതിൽ എനിക്ക് അശേഷം സംശയമില്ല. നിത്യഹരിത നായകൻ, എല്ലാ കാലത്തെയും മലയാളത്തിലെ സൂപ്പർ സ്റ്റാറുകൾ മുൻപന്തിയിൽ നിൽക്കുന്ന വ്യക്തി എന്ന് പറയുന്നതിൽ സന്തോഷമുണ്ട്. എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കുമ്പോഴും ഇവിടെ ഈ അവാർഡ് ജേതാക്കളായി എത്തിയിട്ട് 2 പേരെക്കുറിച്ച് 2 വാക്കെങ്കിലും പറയാതെ കടന്നു പോകുന്നത് അനൗചിത്യമായിരിക്കുമെന്ന് ഞാൻ കരുതുന്നു. ശ്രീമാൻ അനൂപുമായിട്ട് എനിക്ക് മദ്രാശിയിൽ തന്നെ കുറേ തവണ ബന്ധപ്പെടാൻ അവസരമുണ്ടായിട്ടുണ്ട്. കോഴിക്കോട്ട് ബന്ധപ്പെടാൻ അവസരമായിട്ടുണ്ട്. അദ്ദേഹത്തെ ഞാൻ സിനിമാ ലോകത്ത് അദ്ദേഹം നൽകിയിട്ടുള്ള സംഭാവനകളെക്കാൾ ഏറെ ഒരു മനുഷ്യസ്നേഹിയായിട്ടാണ് ഞാൻ കാണുന്നത്. മാനവികതയുടെ മുഖമാണ് അദ്ദേഹം. ആ മദ്രാശിയിലെ മലയാളികൾക്ക് എല്ലാ വിഷമഘട്ടങ്ങളിലും എല്ലാ സഹായവും എത്തിച്ചു കൊടുക്കുന്ന, അത് പ്രളയകാലത്തായാലും ആളുകൾക്ക് ബുദ്ധിമുട്ടുള്ള കാലത്തായാലും ദാരിദ്ര്യവും പട്ടിണിയുമുള്ള കാലത്താക്കൾക്ക് തന്നെ അദ്ദേഹം ഒരുപാട് സഹായങ്ങൾ നൽകിയിട്ടുണ്ട് എന്ന് ഞാൻ ഓർക്കുന്നു. ഇതിനൊക്കെ പുറമെ എൻ്റെ പ്രിയപ്പെട്ട സ്നേഹിതൻ ശ്രീമാൻ ടി പി രാജീവിൻ്റെ പ്രശസ്തമായ പാലേരി മാണിക്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട്
അദ്ദേഹം എടുത്തിരിക്കുന്ന പടം. വളരെ ശ്രദ്ധിക്കപ്പെട്ട, കേരളം മുഴുവൻ വിമർശന ബുദ്ധിയോടുകൂടി തന്നെ കണ്ട ആ പടമും അദ്ദേഹം എടുത്തിട്ടുണ്ട്. അങ്ങനെയുള്ള കുറേ പടങ്ങൾ അദ്ദേഹത്തിന് എടുക്കാൻ സാധിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇവർ രണ്ടുപേരിൽ നിന്നും മികച്ച മലയാള സിനിമ ഇനിയും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മഹാനായ പ്രേംനസീറിൻ്റെ പാവനമായ സ്മരണക്കുമ്പിൽ ഒരിക്കൽ കൂടി ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് ഈ പരിപാടി ഇത്രയും ഭംഗിയായിട്ട് സംഘടിപ്പിച്ച എൻ്റെ പ്രിയപ്പെട്ട സ്നേഹിതൻ റഹീം പൂവാട്ടുപറമ്പിലിനോട് ഒരിക്കൽ കൂടി ആദരവോടുകൂടി തന്നെ ഞാൻ നന്ദി പറയുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്. വേദിയിലും സദസ്സിലുമുള്ള ബഹുമാനപ്പെട്ടവരെ, പ്രിയപ്പെട്ടവരെ, എന്നെപ്പറ്റി നാദേട്ടനും രാമേന്ദ്രേട്ടനും പറഞ്ഞ നല്ല വാക്കുകൾക്ക് ഞാൻ ആദ്യം നന്ദി രേഖപ്പെടുത്തുകയാണ്. സംവിധായകൻ ശ്രീ VM വിനുവിന് പ്രേംനസീർ ചലച്ചിത്ര പ്രതിഭാ പുരസ്കാരം നൽകി ആദരിക്കുകയാണ്. പല്ലാവൂർ ദേവനാരായണൻ, ബാലേട്ടൻ, വേഷം തുടങ്ങി 18ഓളം ജനപ്രിയ സിനിമകൾ സംവിധാനം ചെയ്ത മലയാള സിനിമയുടെ അഭിമാന നക്ഷത്രമാണ് ശ്രീ VM വിനുവേട്ടൻ. പുരസ്കാരം നൽകുന്നത് മുൻ കേന്ദ്രമന്ത്രി ശ്രീ മുല്ലപ്പള്ളി രാമചന്ദ്രനാണ്. പ്രശസ്തി പത്രം സമ്മാനിക്കുന്നത് ചലച്ചിത്ര തിരക്കഥാകൃത്ത് ശ്രീ PR നാഥൻ. പുസ്തകോപഹാരം നൽകുന്നത് സ്വാഗത സംഘം രക്ഷാധികാരി ശ്രീ MV കുഞ്ഞാമൂസായി. മലയാളത്തിലും തമിഴിലുമായി 25 സിനിമകൾ നിർമ്മിച്ച ഡോക്ടർ AV അനൂപിന് ചലച്ചിത്ര പ്രതിഭാ പുരസ്കാരം സമ്മാനിക്കുന്നു. നടൻ, പ്രഭാഷകൻ, എഴുത്തുകാരൻ, വ്യവസായ പ്രമുഖൻ, ഗ്രന്ഥകാരൻ എന്നീ നിലകളിലും പ്രശസ്തനാണ് ഡോക്ടർ AV അനൂപ്. സംസ്ഥാന, ദേശീയ, അന്തർദേശീയ തലങ്ങളിൽ നിരവധി അവാർഡുകൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. മേളം, മെഡിമിക്സ്, സഞ്ജീവനം എന്നീ ബ്രാൻഡുകളുടെ സാരഥിയുമാണ് ഡോക്ടർ AV അനൂപ്. അവാർഡ് നൽകുന്നത് ശ്രീ മുല്ലപ്പള്ളി രാമചന്ദ്രൻ. ഞാനെന്ന് പറഞ്ഞാൽ പ്രേംനസീർ സാറിൻ്റെ സിനിമകളുടെ ഒരു പ്രേക്ഷകനും വായിച്ച അറിഞ്ഞ അറിവുകളും മാത്രമേ നസീർ സാറിനെ കുറിച്ച് എനിക്കുള്ളൂ. എന്തായാലും എൻ്റെ നിരീക്ഷണത്തിൽ മലയാള സിനിമ വ്യവസായത്തിൽ സാമ്പത്തികമായി ഉറച്ച ഒരു അടിത്തറ പാകിയ മഹാനടനായിരുന്നു ശ്രീ പ്രേംനസീർ. ആ സിനിമകൾ അഴിഞ്ഞാടിയായിരുന്നു, റിലാക്സ് ചെയ്തായിരുന്നു, പ്രേക്ഷകരെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്യുന്നൊക്കെ രീതിയിലുള്ള ഒരു അഭിനയ, പ്രത്യേകിച്ച് ഹ്യൂമറസ് ഒക്കെ ആയിട്ട് പ്രണയം, രാമചന്ദ്രൻ നേരത്തെ പറഞ്ഞ പോലെ അങ്ങനെയുള്ള ക്യാരക്ടേഴ്സ് മതി. എന്നാൽ വിൻസെന്റ് മാഷ് എടുത്തെത്തുമ്പോഴും, രാമകരേട്ടൻ്റെ കൈകളിലേക്ക് എത്തിയപ്പോഴും, ഈ ഭാസ്കരൻ മാഷിൻ്റെ കൈകളിലേക്ക് എത്തിയപ്പോഴും എല്ലാം തന്നെ സേതുമാധവൻ സാറിൻ്റെ കൈകളിൽ എത്തിയപ്പോഴും തന്നെ അവിടെ വളരെ തന്മയത്വത്തോടുകൂടി അഭിനയിക്കുന്ന ഒരു അഭിനേതാവിനെയാണ് നമ്മൾ കാണാൻ കഴിയുന്നത് നസീർ സാറിലൂടെ. ഇനി അടുത്തത് നടനും നിർമ്മാതാവുമായ ഡോക്ടർ AV അനൂപ്. അത് വിനോദനെ പോലെ പറഞ്ഞ പോലെ തന്നെ ഒരു വലിയ പ്രസ്ഥാനമാണ്. അദ്ദേഹത്തെ പറ്റി പറയുമ്പോൾ ശ്രീനാരായണ ഗുരുദേവന്റെ സിനിമ അത് അദ്ദേഹം നിർമ്മിച്ചു, അത് മമ്മൂക്കയായിട്ട് അഭിനയിച്ചു, പിന്നെ അതുപോലെ തന്നെ മോഹൻലാലിന്റെ മറ്റുള്ള ഒരുപാട് നടന്മാർ അഭിനയിച്ച സിനിമകൾ വന്നു. പിന്നെ ഈ ഗിന്നസ് ബുക്ക് എന്ന വിശ്വഗുരു എന്നുള്ള സിനിമ വന്നു. അങ്ങനെ ഒരുപാട് പടങ്ങൾ, 25ഓളം പടങ്ങൾ, അത് മലയാളത്തിലും തമിഴിലും എല്ലാം ഉണ്ട്.
പിന്നെ അദ്ദേഹം അതിനേക്കാൾ നല്ലൊരു പ്രഭാഷകനാണ്, നല്ല കലാകാരനാണ്. അദ്ദേഹത്തിന്റെ ന്യൂട്ടൺ എന്ന പുസ്തകം ഇനി ഒരു അധ്യായം കൂടി ഞാൻ വായിച്ചു തീർക്കാറുണ്ട്. ഞാൻ ആ പുസ്തകം വായിച്ചു. എന്റെ മകനോട്, മകൻ പത്രപ്രവർത്തകനാണ്, അവനോട് പറഞ്ഞു, ഞാൻ അവനോട് സെലക്ട് ചെയ്ത് കുറെ പുസ്തകങ്ങൾ കൊടുത്തു, ഇനി ഇതൊന്ന് വായിക്കണമെന്ന് പറഞ്ഞു. ഞാൻ സെലക്ട് ചെയ്ത് കൊടുത്ത ബുക്കുകൾ ഒന്നാണത്. കാരണം വായിക്കണം. ഞാൻ വിചാരിച്ചു മെഡിക്കൽ അനുപേട്ടൻ എന്ന് പറഞ്ഞാൽ കോടാനുകോടി സ്വത്തൊക്കെ ഉള്ള ഒരാൾ, ഒരു സുഖലോലുപനായ ഒരാള്, അദ്ദേഹം അതിനിടയിൽ കഷ്ടപ്പെട്ടതൊന്നുമില്ല. പക്ഷെ കഷ്ടപ്പാടിന്റെ ഒരുപാട് കഥകളാണ്. എങ്ങനെയാണ് മെഡിമിക്സും ഈ സഞ്ജീവനവും ഈ മേളവും ഒക്കെ വന്നത് എന്നുള്ളത്, അത് എങ്ങനെയാണ് ഒന്നുമില്ലാതെ അദ്ദേഹം ടാക്സി ഡ്രൈവറായിട്ട് കോളേജിൽ പഠിക്കുമ്പോൾ ചെയ്തിട്ടുണ്ട്. കാരണം വലിയൊരു മനുഷ്യന്, സർക്കാർ ഉദ്യോഗസ്ഥന്റെ വലിയ തലപ്പത്തിരിക്കുന്ന ഒരാളുടെ മകൻ, അദ്ദേഹത്തിന്റെ മരണത്തോടു കൂടി ആ കുടുംബത്തിൽ വരുന്ന പ്രശ്നങ്ങൾ കൈകാര്യം. അവരുടെ അച്ഛൻ മജിസ്ട്രേറ്റ് ആയിരുന്നു. അപ്പൊ അത്രയും വലിയ മോഹൻലാല് സഹപാഠിയാണ്. ഇങ്ങനെ രജനീകാന്തുമായിട്ട് ഒരുമിച്ച് ഫ്ലൈറ്റിൽ യാത്ര ചെയ്ത ആളാണ്. ഇതൊക്കെ ഒക്കെ ഉണ്ടെങ്കിലും ഈ അദ്ദേഹം സാധാരണ ആളുകൾ ഇതൊന്നും പറയാറില്ല. പക്ഷെ അതൊക്കെ അദ്ദേഹം പറയുന്ന ടാക്സി ഡ്രൈവറായാലും നടന്നു കൊണ്ടുപോയി മെഡിമിക്സ് സോപ്പ് വിറ്റ കഥയൊക്കെ യൂട്ടേൺ എന്ന പുസ്തകത്തിലുണ്ട്. ആ പുസ്തകം ഒന്ന് വായിക്കണം. അത് നമ്മുടെ DC ബുക്സ് ആണ് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. ഇനി അടുത്തായി സംസാരിക്കാൻ ശ്രീ അനുപേട്ടൻ. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. വളരെ സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു അവാർഡ്. കാരണം ഇവിടെ സൂചിപ്പിച്ച പോലെ നിരവധി അവാർഡുകൾ ലഭിച്ചിട്ടുണ്ടെങ്കിലും നമ്മുടെ എല്ലാം പ്രിയങ്കരനായ പ്രാൻ നസീറിൻ്റെ പേരിൽ ഒരു പുരസ്കാരം കിട്ടുക എന്ന് പറയുമ്പോൾ അതിനൊരു പ്രത്യേക സുഖമാണ്. എനിക്ക് അവാർഡുകൾ വെക്കാൻ സ്ഥലമില്ല, പക്ഷെ ഞാൻ ഈ അവാർഡ് എന്തായാലും മുഖ്യ പ്രാധാന്യത്തോടു കൂടെ തന്നെ എൻ്റെ മുറിയിൽ വയ്ക്കും എന്ന് ഇവിടെ ഉറപ്പ് പറയുകയാണ്. പ്രാൻ നസീർ എന്ന് പറഞ്ഞാൽ ഇവിടെ എല്ലാവരും സൂചിപ്പിച്ച പോലെ ഞാനും പഠിക്കുന്ന കാലത്തൊക്കെ എൻ്റെ ഒരു പ്രിയപ്പെട്ട നടനായിരുന്നു. പ്രാൻ നസീർ സിനിമകൾ കാണാൻ വേണ്ടി എല്ലാ ആഴ്ചയും തിയേറ്ററിലേക്ക് ഓടിയവരുടെ കൂട്ടത്തിൽ ഞാനും ഉണ്ടായിരുന്നു. പക്ഷേ 83 മുതൽ ചെന്നൈയിൽ താമസിക്കുന്ന ഒരാളാണെങ്കിലും പ്രാൻ നസീറുമായിട്ട് അങ്ങനെ കൂടുതൽ അടുക്കാനുള്ളൊരവസരം എനിക്ക് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് അദ്ദേഹത്തെക്കുറിച്ച് മറ്റുള്ളവരിൽ നിന്നാണ് ഞാനും കൂടുതൽ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇന്ന് അദ്ദേഹത്തിൻ്റെ ഈ സമയനിഷ്ഠയെ പറ്റിയും ഇൻ്റഗ്രിറ്റിയെ പറ്റിയൊക്കെ ഇവിടെ എല്ലാവരും സംസാരിച്ചു. തീർച്ചയായിട്ടും ഇന്നിവിടെ വന്നപ്പോൾ എൻ്റെ മനസ്സിലേക്കും ആദ്യം തന്നെ വന്നത് അതാണ്. കാരണം കേരളത്തിൽ ആദ്യമായിട്ടാണ് ഒരു പരിപാടിയിൽ ഞാൻ കൃത്യസമയം തുടങ്ങുന്നതായിട്ട് കാണുന്നത്. അതിന് റഹീമിനെയും കൂട്ടരെയും പ്രത്യേക അഭിനന്ദിക്കുകയാണ്. ഇതുവരെ അങ്ങനെ ഒരു അനുഭവം എനിക്ക് ഉണ്ടായിട്ടില്ല. അപ്പോൾ ഞാനും എൻ്റെ നാടകങ്ങളൊക്കെ തുടങ്ങുന്ന സമയത്ത് കൃത്യസമയത്ത് തുടങ്ങുമെന്നുള്ളതാണ്. 6:30 മണി എന്ന് പറഞ്ഞാൽ 6:28 ഞാൻ മണിയടിക്കും. അത്ര കൃത്യനിഷ്ഠയോടെയാണ് ഞാൻ ചെന്നൈയിൽ നാടകങ്ങൾ നടത്തുന്നത്. അപ്പോൾ ഇവിടെ വന്ന പ്രേക്ഷകരെയും ഞാൻ അഭിനന്ദിക്കുകയാണ്. കാരണം ഞാൻ വരുമ്പോൾ തന്നെ ഇവിടെ ഹോള് നിറഞ്ഞു കഴിഞ്ഞു എന്നുള്ളത്. അപ്പോൾ അതിനും ഒരു ഇന്നത്തെ ദിവസം അതൊരു പ്രത്യേക അനുഭൂതിയായിട്ട് ഞാനിവിടെ സൂചിപ്പിക്കുകയാണ്. പ്രാൻ നസീറിനെ കുറിച്ച് എനിക്ക് കൂടുതൽ പറഞ്ഞു തന്നിട്ടുള്ളത് ശ്രീ KS സേതുമാധവൻ സാറാണ്. ഞാൻ അദ്ദേഹം മരിക്കുന്നവരെ വളരെ അടുപ്പമുണ്ടായിരുന്നു. അദ്ദേഹവും ഞാനും ആശാൻ മെമ്മോറിയൽ അസോസിയേഷൻ്റെ കമ്മിറ്റിയിൽ ഒന്നിച്ച് വർഷങ്ങളോളം പ്രവർത്തിക്കുകയാണ്. ഞാൻ ഇന്ന് അതിലൊരു സീനിയർ ഭാരവാഹിയാണ്. അപ്പോൾ അവിടെയുള്ളൊരു കണക്ഷൻ എന്താണെന്ന് വെച്ചാൽ പ്രാൻ നസീറും മരിക്കുന്നത് വരെ ആശാൻ മെമ്മോറിയലിൻ്റെ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു ബന്ധമാണ് കൂടുതലുള്ളത്. അപ്പോൾ ശ്രീ സേതുമാധവൻ സാറ് ഈ ഒരു നടൻ്റെ കൃത്യനിഷ്ഠയെക്കുറിച്ചും മറ്റുള്ളവരോടുള്ള പ്രവർത്തകരോടുള്ള അനുഭാവ പ്രകടനങ്ങളെക്കുറിച്ചും, ഒരു സാമ്പത്തിക പ്രശ്നം വന്നാൽ അവരെ സഹായിച്ചിരുന്ന കാര്യവും, ഒരു സംവിധായകനോട് കാണിക്കുന്ന ആ ഒരു ബഹുമാനവും, സംവിധായകൻ പറയുന്നതിനനുസരിച്ച് അനുസരിക്കാൻ തയ്യാറാകുന്നതും, ഇവിടെ പലരും സൂചിപ്പിച്ച പോലെ രാത്രിയിൽ എത്ര വൈകിയാലും യാതൊരു പരിഭവവും കൂടാതെ അഭിനയിച്ചിരുന്നതും, പിന്നെ അന്ന് കാരവനൊന്നും ഇല്ലാത്ത കാലമാണ്. അപ്പോൾ മുറ്റത്തൊക്കെ മരത്തിന്റെ ചുവട്ടിലിരുന്ന് ഉച്ചഭക്ഷണം കഴിക്കുകയും അത്തരം കഥകൾ പലപ്പോഴും എനിക്ക് പറഞ്ഞു തന്നിരുന്നത് ശ്രീ KS സേതുമാധവൻ സാറാണ്. സേതുമാധവൻ സാർ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ സിനിമാ ലോകത്ത് എനിക്ക് വളരെയേറെ ഉപദേശങ്ങൾ തന്നിട്ടുള്ളൊരു വ്യക്തിയാണ്. അതിനേക്കാളേറെ അദ്ദേഹം മറ്റുള്ളവർക്ക് ആർക്കും കിട്ടാത്തൊരു ഭാഗ്യം എനിക്കുണ്ടായിട്ടുണ്ട്. ശ്രീ സേതുമാധവൻ സാർ ഇത്രയും മലയാള സിനിമകൾ സംവിധാനം ചെയ്തിട്ടുണ്ട്. തമിഴിൽ ആദ്യമായിട്ട് ഇന്ത്യയിലെ ഏറ്റവും നല്ല സിനിമയ്ക്കുള്ള അവാർഡ് തമിഴിന് വാങ്ങിച്ചു കൊടുത്തത് സേതുമാധവൻ സാറാണ്. പക്ഷെ സേതുമാധവൻ സാർ ആകെ ഒരു നാടകമേ സംവിധാനം ചെയ്തിട്ടുള്ളൂ. അത് തമിഴിലാണ്. ആ തമിഴിൽ നായകനായിട്ട് അഭിനയിച്ചത് ഞാനാണ്. അപ്പം അങ്ങനെ സേതുമാധവൻ സാറ് സംവിധാനം ചെയ്ത ഏറെ നാടകത്തിൽ നായകനായിട്ട് അഭിനയിക്കാൻ സാധിച്ചു എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ ഭാഗ്യമാണ്. അപ്പോൾ ആ നാടകത്തിൽ എൻ്റെ കൂടെ അഭിനയിച്ച ഒരാളാണ് TR ഓമന. ഓമന ചേച്ചിയെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഓമന ചേച്ചി എപ്പോഴും എന്നെ കളിയാക്കി പറയുന്ന ഒരു കാര്യമുണ്ട്. പല നാടകങ്ങളിലും പ്രാൻ നസീറിൻ്റെ അമ്മയായിട്ട് ആ കാലം മുതലേ അഭിനയിച്ചിട്ടുള്ള ഓമന ചേച്ചി അടുത്ത കാലത്ത് പോലെ എൻ്റെ ഭാര്യയായിട്ട് അഭിനയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു സന്തോഷമുള്ള കാര്യമാണ് എന്ന് മാത്രം ഞാൻ പറയുകയാണ്.
ഏതായാലും സിനിമാ രംഗത്ത് ഞാൻ 2007 മുതലുണ്ട്. ഇന്നിവിടെ ഉള്ള എല്ലാ പ്രശസ്തരായ നടന്മാരെയും വെച്ച് ഞാൻ സിനിമ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവിടെ എല്ലാവരും സൂചിപ്പിച്ച പോലെ തന്നെ പ്രേം നസീറിനെ വെച്ച് സിനിമ ചെയ്യാൻ സാധിച്ച പ്രൊഡ്യൂസേഴ്സ് ഭാഗ്യം ചെയ്തവരാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഒരു സിനിമ നന്നായി ഓടിയിട്ടില്ലെങ്കിൽ അദ്ദേഹം ഉടൻ തന്നെ പ്രതിഫലമൊന്നുമില്ലാതെ അടുത്ത സിനിമയ്ക്ക് ഡേറ്റ് കൊടുക്കുമായിരുന്നു. ആ സിനിമ പ്രൊമോട്ട് ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കുമായിരുന്നു എന്നുള്ള കാര്യം എനിക്ക് അറിയാം. അതുപോലെയുള്ള ഒരു കാലം ഇനി തിരിച്ചു വരില്ല എന്ന് തന്നെയാണ് ഇത്രയും കാലം സിനിമയിൽ പ്രവർത്തിച്ച ഒരാളെന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത്. ഈ അവാർഡ് ഞാൻ വളരെ സന്തോഷപൂർവ്വം സ്വീകരിക്കുന്നു. നിർത്തുന്നു. നന്ദി, നമസ്കാരം.